ഞാൻ പറയുന്നത് बीती बातें दोहराने की आदत सी हो गई. കഴിഞ്ഞ കാര്യങ്ങളെ ഇടക്കൊന്ന് ആവർത്തിക്കുന്നത് ഒരു പതിവാക്കി തീർക്കണം. ചരിത്രത്തിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കണം. അപ്പൊ മനസ്സിലാകും. ഒരു ദിവസം മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിൽ പോവായിരുന്നു. ആളുകൾ ചോദിച്ചു, എന്തിനാ പോണത്? പശുവിനെ വാങ്ങാനാ. എന്തിനാ പശു? ഗാന്ധിജി എന്റെ വീട്ടിൽ വന്നിട്ട് ഉപവാസം തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് മഹാത്മജിക്ക് കുടിക്കാനുള്ള പാല് ഞാൻ പുറത്തുനിന്ന് വാങ്ങൂല. എന്റെ വീട്ടിൽ പശുവിനെ പോറ്റിയിട്ട് ഞാൻ ആ പാല് കറന്ന് ഗാന്ധിജിക്ക് കൊടുക്കും. അങ്ങനെ മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിൽ മഹാത്മജി ഉപവാസം ആരംഭിക്കുന്നു. പുതിയ തലമുറ പഠിക്കണം. ബ്രിട്ടീഷുകാരുമായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ പ്രതിനിധീകരിച്ച് ചർച്ച ചെയ്യാൻ പോണ്. ആരാ പോണത്? മൗലാന അബുൽ കലാം ആസാദ്. ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ക്യാബിനറ്റ് മിഷന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. ഇതാണ് ഇന്ത്യ. ശക്തമായ ഇന്ത്യ, സുന്ദരമായ ഇന്ത്യ, കാശിയുടെ ഇന്ത്യ, ഗംഗയുടെയും ഇന്ത്യ, ബ്രഹ്മപുത്രയുടെ ഇന്ത്യ, ശക്തം സുന്ദരം ദീപ്തം ഭാരതം എന്ന് പറയാവുന്ന മഹത്തായ രാജ്യം. എത്രയെത്രയോ സംസ്കാരങ്ങൾക്ക് ഈറ്റില്ലവും പോറ്റില്ലവുമായ ഭാരതം, എത്രയെത്രയോ പുഴകൾ ഒഴുകുന്ന ഭാരതം, ശംഖൊലി മുഴങ്ങുന്ന ഭാരതം, ബാങ്കൊലി മുഴങ്ങുന്ന ഭാരതം, ചർച്ചിന്റെ മണിയടി മുഴങ്ങുന്ന ഭാരതം, എല്ലാവരും കൂടി ചേർന്ന് കെട്ടിപ്പടുത്ത ഭാരതം, ശ്രീബുദ്ധൻ മുറിവേറ്റ ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്ത് നടന്നുപോയ ഭാരതം. ആട്ടുംപച്ചങ്ങളെ ഇടയന്റെ പിറകെ പോകുമ്പോ ഒരാട്ടിൻകുട്ടി മുടന്തി നടക്കുന്നത് ശ്രീബുദ്ധന്റെ കണ്ണിൽപ്പെട്ടപ്പോ ബുദ്ധൻ ആ കുഞ്ഞാടിനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു നടന്നു. ശ്രീബുദ്ധൻ, കപിലവസ്തുവിന്റെ പുത്രനായ സിദ്ധാർത്ഥൻ എന്ന ഗൗതമൻ. ആ സിദ്ധാർത്ഥൻ തെളിച്ച പാത ഇന്ത്യയുടെ പാത. ആ സിദ്ധാർത്ഥനെ അവഗണിക്കാൻ കഴിയോ? കൂടരഞ്ഞിയിൽ ഇന്ന് എവിടെയെങ്കിലും 2 സെന്റ് ഭൂമി കച്ചവടം ചെയ്തിട്ടുണ്ടോ ഇന്നത്തെ സന്ധ്യക്ക് മുമ്പ്? എങ്കിൽ നിങ്ങൾക്ക് ശ്രീബുദ്ധനെ മറക്കാൻ കഴിയില്ല. ആ കാരണത്തിൽ പോലും മറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ ഭൂമി സ്വന്തമാകണമെങ്കിൽ ശ്രീബുദ്ധന്റെ ആദർശത്തെ നെഞ്ചോട് ചേർത്ത അശോകൻ കൊത്തിവെച്ച അശോക ചക്രം മുദ്രണം ചെയ്യപ്പെട്ട മുദ്രക്കടലാസിൽ അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഔദ്യോഗിക രേഖയായിട്ട് കച്ചവടം സാധുവായിട്ട് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ. അതാണ് ഇന്ത്യ, ശക്തമായ ഇന്ത്യ. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല നാട് എന്റെ ഇന്ത്യയാണ് എന്നൊരു മുസൽമാൻ പാടിയ ഇന്ത്യ. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല നാട് നമ്മുടെ ഭാരതമാണ്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹം ബുൽബുലേ ഹൈ ഇസ്കി യേ ഗുൽസിത്താൻ ഹമാരാ. നമ്മളതിലെ കോകിലങ്ങളാണ്, നമ്മളതിലെ കിളികളാണ്, നമ്മളതിലെ വാനമ്പാടികളാണ്. ഇന്ത്യ നമ്മുടെ ഉദ്യാനമാണ്. അങ്ങനെയുള്ള ഒരു കവിതയിൽ നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു വരി അല്ലാമ ഇക്ബാൽ എഴുതി ചേർത്തിട്ടുണ്ട്. എന്താണത്? ഒരു മതവും വിരോധം പഠിപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീ സിഖാതാ ആപസ് മേ ബൈർ രഖ്നാ, മദ്ഹബ് നഹീ സിഖാതാ आपस में बैर रखना, हिंदी है हम वतन है हिंदुस्तान हमारा. ഒരു മതവും വിരോധം പഠിപ്പിക്കുന്നില്ല. സാരേ ജഹാൻ സെ അച്ഛാ എന്ന കവിതയിൽ തന്നെ ഇത് ചേർത്തതിൽ പ്രത്യേകമായ ഒരു ധർമ്മമുണ്ട്, അതിനൊരു പ്രത്യേക മർമ്മവുമുണ്ട്. ഒരു മതവും വിരോധം പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹെ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഹിന്ദുസ്ഥാൻ ഹമാരാ, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ഹിന്ദുമതത്തെ പാലൂട്ടിയ ശേഷം, ബുദ്ധമതത്തെ നൊന്ത് പെറ്റ ശേഷം, ജൈനമതത്തിനും ജന്മം നൽകിയ ശേഷം, ഞാൻ ഈ അടുത്ത കാലത്ത് വയനാട്ടിലെ ഒരു ജൈനക്ഷേത്രത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി. അപൂർവമായിട്ടല്ലേ കേരളത്തിൽ ജൈനക്ഷേത്രമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഭക്ഷണമായി. ശ്രീ MP വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അത്ഭുതകരമായ മനസ്സെന്ന് മാറാത്ത ഒരു രംഗമായിട്ട് ഞാൻ ഓർക്കുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ രസകരമായിട്ട് കഴിച്ച വെജിറ്റേറിയൻ ആഹാരങ്ങളിൽ പെട്ട ഒന്നായിരുന്നു അത്. ആ കറി, അതിൻ്റെ ഒരു കൂട്ടാൻ, അതിൻ്റെ ഒരു കൂട്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ്, ചിലതൊക്കെ അങ്ങനെ തന്നെ വേണമല്ലോ. ഓരോരുത്തരും ഓരോ ഭക്ഷണം ഉണ്ടാക്കിയാലാണ് അതിൻ്റെ രുചി.
സാമ്പാർ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാക്കട്ടെ. മുസ്ലിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാത്തോണ്ടല്ല, അതങ്ങ് ശരിയാവില്ല, അത്ര ഭംഗിയാവില്ല എന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഹിന്ദുക്കൾ ഉണ്ടാക്കണ്ട. പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ ഏൽപ്പിക്കും. അതുകൂടെ കൂടരഞ്ഞിലെ ആളുകൾ ഉണ്ടാക്കിയാലും ശരിയാവില്ല. സമുദായം മാത്രം ഒത്താ പോലെ നാട് വെക്കണം. മലപ്പുറത്ത് വാ, ഇവിടെ ഒരു ടയർ പത്തിരി ഉണ്ടാക്കുള്ളൂ. കസിൻ സാഹിബും കൂട്ടും ടയർ. ഞാനത് കാണുമ്പോൾ ഓർക്കല് വലിയ ടിപ്പർ ലോറിന്റെ ടയർ മാതിരി ഉണ്ടാവും. ഇതെങ്ങനെ തിന്നാൻ തോന്നിപ്പോ എന്റെ കട്ടിയും കനൊക്കെ കണ്ടാൽ. ചെറുപ്പത്തിൽ എന്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന പത്തിരി ഇങ്ങനെ നോക്കിയാൽ അപ്പുറത്തുള്ള ആളെ കാണും. ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ. ആദ്യം അരിപ്പൊടി എടുത്തിട്ട് വാട്ടിയെടുക്കണം, പിന്നെ കൈകൊണ്ട് അത് പൊടി ശരിയാക്കണം. ഈ യന്ത്രം വെച്ചങ്ങ് അമർത്തില്ല, ഓടൊക്കെ ആയതുകൊണ്ട് പരത്തി ചുടണം. നല്ല മീൻകറി, എരിവ് കറി അതും അവിടെ ഏൽപ്പിക്കണം. എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ചില സുഹൃത്തുക്കൾ കേക്ക് ഉണ്ടാക്കാൻ അവരെ ഏൽപ്പിക്കുക. നല്ല രസമുള്ള കേക്ക്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വാടാനപ്പള്ളിയിൽ ഒരു ചർച്ചിന്റെ 200ാം വാർഷികത്തിന് പോയിരുന്നു. രസകരമായ ചടങ്ങായിരുന്നു. ബിഷപ്പുമാരുണ്ടായിരുന്നു. തൃശ്ശൂർ ബിഷപ്പ് അഭിവന്ദനായ ആൻഡ്രൂസ് താഴത്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് ഒന്നാന്തരം കേക്ക് തന്നു. അങ്ങനെ സോഫ്റ്റ്, മൃദുല, മനോഹരം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത് വെച്ചപ്പോ ഫാദർ എന്നോട് പറഞ്ഞു, സംശയിക്കണ്ട, തിന്നോളൂ, വീഞ്ഞ് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണ വേണം. ഓരോ സമൂഹത്തെപ്പറ്റി, നമ്മുടെ സാഹോദര്യത്തെ പറ്റി ഒരു ധാരണ വേണം. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൗഹൃദത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്താ ഈ വർഗീയത എന്ന് പറയുന്ന സാധനം? അത് എവിടുന്ന് വന്നതാ? ബ്രിട്ടീഷുകാർ വരുന്നവരെ ഇന്ത്യയിൽ വർഗീയതല്ല കേട്ടോ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരൊറ്റ വർഗീയ ലഹള ഇന്ത്യയിൽ നടന്നിട്ടില്ലെന്ന് ഇന്ത്യ ചരിത്രകാരന്മാർ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു. മൗര്യന്മാർ ഇന്ത്യ ഭരിച്ചു, വർഗീയ ലഹളല്ല. നിരവധി ഹിന്ദു രാജവംശങ്ങൾ ഭരിച്ചു, ത്രേതായുഗം മുതൽ, വർഗീയ ലഹളല്ല. 1000 കൊല്ലം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു, 1000 കൊല്ലം. ഒരൊറ്റ വർഗീയ ലഹള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ. ബ്രിട്ടീഷുകാർ വന്നു, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് തുടങ്ങി. മൗലാന മുഹമ്മദ് അലി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം താ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് എന്റെ ഖബറിന് 6 അടി മണ്ണ് താ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ മൗലാന മുഹമ്മദ് അലി പറയുന്ന ഒരു വാക്കുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ അല്ല ശരി, വി ഡിവൈഡ് ആൻഡ് യു റൂൾ. ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വന്ന് ഭരിക്കുന്നു എന്ന് മുഹമ്മദ് അലി ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ വട്ടമേശ സമ്മേളനത്തിൽ ജോർജ് 5-ാമന്റെ മുഖത്ത് നോക്കി ചെയ്ത പ്രസംഗം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ മോന്തായത്തെ പിടിച്ചു കുലുക്കിയത് ദേശാഭിമാനികൾ ഇന്നും ഓർക്കുന്നു. ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നു ഞങ്ങൾക്കിടയിൽ, അത് മുതലെടുത്ത് നിങ്ങൾ ഞങ്ങളെ ഭരിക്കുന്നു. അതുകൊണ്ട് നാം ഭിന്നിപ്പിന്റെ സകല വാതിലുകളും കൊട്ടിയടക്കാൻ ശീലിക്കേണ്ടിയിരിക്കും.